സാരംഗി സ്പീക്സിൽ നമ്മൾ ഇന്ന് ഈറോസിന്റെയും സൈക്കിയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വന്നെങ്കിലും തന്റെ കറകളഞ്ഞ സ്നേഹവും ദൃഢനിശ്ചയവും കൊണ്ട് പ്രിയതമൻ അടുത്തെത്താൻ കഴിഞ്ഞ സൈക്കിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് സുന്ദരിമാരായ 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. രാജാവിനും രാജ്യത്തിനും ഒന്നും അങ്ങനെ പ്രത്യേകമായൊരു പേരില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? സൈക്കിയുടെയും ഈറോസിന്റെയും കഥയെപ്പറ്റി നമുക്ക് പ്രധാനമായിട്ടും വിവരം ലഭിച്ചിരിക്കുന്നത് അപ്പൂലിയസ് എന്ന് പറയുന്ന ഒരു റോമൻ എഴുത്തുകാരന്റെ ഒരു നോവലിൽ നിന്നാണ്. അതിലെ ഇങ്ങനെ സ്ഥലങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. 3 രാജകുമാരികളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു സൈക്കി. ചേച്ചിമാരെക്കാട്ടിൽ അതീവ സുന്ദരി എന്ന് പറഞ്ഞാൽ പോരാ, ഹെവൻലി ബ്യൂട്ടി എന്ന് തന്നെയാണ് അതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. ദേവതമാരെ പോലെ. എല്ലാവരും പറയുന്നത് സ്നേഹദേവതയായ ആഫ്രോഡൈറ്റിയേക്കാളും സുന്ദരിയായിരുന്നു സൈക്കി എന്നാണ്. ആ സൗന്ദര്യം തന്നെയായിരുന്നു സൈക്കിയുടെ ശാപവും. സുന്ദരിമാരായ പെൺകുട്ടികൾക്ക് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാകും, കാമുകന്മാരുണ്ടാകും, അവളെ വിവാഹം കഴിക്കാനായിട്ട് ഒരുപാട് പേര് തയ്യാറാകും. പക്ഷെ സൈക്കിയുടെ സൗന്ദര്യം സാധാരണയിൽ നിന്നും ഒരു പടി കൂടി മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവതമാരോടൊപ്പം സൗന്ദര്യമുള്ള ആ പെൺകുട്ടിയെ കാണാനും ആരാധിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനോ കൂട്ടുകാരിയെ കണക്കാക്കാനോ ആരും ഉണ്ടായില്ല. അവൾ എന്നും ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. ആഫ്രോഡൈറ്റിയേക്കാളും സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു. പക്ഷെ ഇതൊന്നും അത്ര നന്നായി തോന്നിയില്ല സൈക്കിക്ക്. അവൾ അതിസുന്ദരിയായിരുന്നെങ്കിലും വിനയമുള്ളവളുമായിരുന്നു. ദേവന്മാരെ പോലെ അല്ലെങ്കിൽ ദേവതമാരെ പോലെ എന്നെ കമ്പയർ ചെയ്യൊന്നും ചെയ്യരുത്, അത് വേറെയാണ്, അത് അവരുടെ കോപത്തിന് കാരണമാകും, നിങ്ങൾ എന്നെ ദേവതമാരുടെ കണ്ണിലെ കരുവാക്കരുതെന്നൊക്കെ സൈക്കി എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷെ ആൾക്കാരുണ്ടോ അതൊക്കെ കണക്കാക്കുന്നു. ആഫ്രോഡൈറ്റിയുടെ അമ്പലത്തിലേക്കൊന്നും ആരും വരാതെയായി. പകരം സൈക്കിയുടെ പ്രതിമ വെച്ച് ആരാധിക്കുന്ന അവസ്ഥ വരെ എത്തി. ഇത്രയൊക്കെ ആയപ്പോഴേക്കും സ്നേഹദേവതയായ ആഫ്രോഡൈറ്റിയുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു. തന്നെക്കാൾ സുന്ദരിയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് പോട്ടെ, അവൾക്കായി പ്രതിമയൊക്കെ ഉണ്ടാക്കി ആരാധനയും തുടങ്ങിയിരിക്കുന്നു. ആഫ്രോഡൈറ്റി തന്റെ മകനും അനുയായികളിൽ പ്രമുഖനുമായ ഈറോസിനെ വിളിച്ചു. കുട്ടി ഈറോസിനെ ഓർമ്മയുണ്ടോ? കുഞ്ഞു ചിറകുകളും അമ്പും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ ഈറോസ് വളർന്ന യുവാവായിരിക്കുന്നു. ഈറോസിന്റെ മെയിൻ ജോലി തന്നെ ആരെയെങ്കിലും ഒക്കെ കാമബാണമെയ്ത് പ്രേമപരവശരാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിരൂപനും നികൃഷ്ടനുമായ ഒരുവനെ കണ്ടുപിടിച്ച് കാമബാണമെയ്ത് അവനെ സൈക്കിയിൽ അനുരക്തനാക്കുക എന്നുള്ളതായിരുന്നു ആഫ്രോഡൈറ്റി ഏൽപ്പിച്ച ജോലി. പക്ഷേ ഈറോസ് സൈക്കിയുടെ അടുത്ത് എത്തിയതും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ആ കാമബാണം സ്വയം ഏൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൈക്കിയോടുള്ള പ്രണയാതിരേകത്താൽ ഇരിക്കപ്പുറതി ഇല്ലാതായ ഈറോസിന് നിൽപ്പിലും നടപ്പിലും കിടപ്പിലും എല്ലാം അവളെപ്പറ്റിയായി ചിന്ത. അമ്മയോടിത് പറയാനാകുമോ? എന്താണൊരു വഴി? അമ്മ അറിയാതെ സൈക്കിയെ തൻ്റെതാക്കാനുള്ള മാർഗങ്ങൾക്കായി ഈറോസ് ആലോചിച്ചു നടന്നു. ഇതേ സമയം സൈക്കിയുടെ അവസ്ഥ എന്തായിരുന്നു? അവളുടെ രാജ്യത്തിലും കാര്യങ്ങൾ അത്ര നന്നായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. രാജാവിന് മൂത്ത മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. സൈക്കിക്ക് കല്യാണപ്രായമായിട്ടും വിവാഹാലോചനകളൊന്നും വരുന്നില്ല. ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ഒരു വരനെ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഒരിക്കലും അവളുടെ അച്ഛനമ്മമാർ കരുതിയില്ല. വരന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒരുപാട് നാൾ നീണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരാധനാപാത്രമായി വെക്കാൻ അല്ലാതെ അവളെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുപോകാൻ എല്ലാവർക്കും ഒരു ചെറിയ ഭയമായിരുന്നു തന്നെ പറയാം. ഒടുവിൽ സങ്കടപ്പെട്ടിട്ട് രാജാവ് എല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെ ഡൽഹിയിലെ ഒറക്കലിനടുത്തേക്ക് ചെന്നു. അവിടുത്തെ പ്രവചനദേവത പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സൈക്കിയെ ദേവന്മാർ പോലും പേടിക്കുന്ന ഒരു ഭീകരനായിരിക്കും വിവാഹം കഴിക്കുക. അതിനു വേണ്ടിയിട്ട് അവളെ കല്യാണത്തിനെന്നതുപോലെ ഒരുക്കി ഒരു വലിയ ക്ലിഫിലേക്ക് കൊണ്ടാക്കുക, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ മലമുകളിൽ. അവിടെ നിന്നും അവൾ അവളുടെ വരനെ കണ്ടെത്തും. തങ്ങളുടെ ആരാധനാപാത്രത്തെ അങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കുന്നതിൽ നാട്ടുകാർക്കൊക്കെ വളരെ വേദനയുണ്ടായിരുന്നു. പക്ഷേ ഡൽഹിയിലെ ഒറക്കൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ രാജാവിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ സൈക്കി കിഴക്കാന്തൂക്കായ ആ പാറയുടെ മുകളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. സത്യം പറഞ്ഞാൽ അവൾക്ക് സമാധാനമാണ് ഉണ്ടായത്. ഇനി ഇങ്ങനെ ഒരു ഷോ പീസായി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഭീകരനെങ്കിൽ ഭീകരൻ, മരണമെങ്കിൽ മരണം, അങ്ങനെ തന്നെയാണ് സൈക്കിയും വിചാരിച്ചത്. ഒരുപാട് നേരം സൈക്കി അവിടെ തനിയെ നിന്നു. ഒന്നും സംഭവിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നത് തന്നെ ഭംഗിയെന്ന് കരുതി അവൾ താഴേക്ക് ചാടാനൊരുങ്ങി. പക്ഷേ താഴേക്ക് ചാടിയ അവളെ സെഫേറസ് എന്ന പടിഞ്ഞാറൻ കാറ്റ് തന്റെ കൈകളിലെടുത്ത് സുരക്ഷിതമായ ഒരിടത്തെത്തിച്ചു. സെഫേറസിനോടൊപ്പം പറന്ന് സൈക്കി വന്നിറങ്ങിയത് ഒരു പൂക്കളുടെ താഴ്വരയിലേക്കായിരുന്നു. അവിടെ അവളെ പ്രതീക്ഷിച്ച് മനോഹരമായ ഒരു കൊട്ടാരം. ആകെ അമ്പരന്ന് സൈക്കി അതിനുള്ളിലേക്ക് കയറി ചെന്നു. അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാനായി ഒരുപാട് പരിചാരികമാർ, ഏറ്റവും രുചികരമായ ഭക്ഷണം, വിശ്രമിക്കാൻ ഏറ്റവും പതുപതുത്ത മിട്ട, ഇതൊക്കെ കണ്ട് അന്തമിട്ടിരിക്കുകയാണ് സൈക്കി.
രാത്രി ആയപ്പോൾ അവളുടെ കൂട്ടുകാരനും എത്തി. എല്ലാ വിളക്കുകളും അണഞ്ഞപ്പോൾ മാത്രം. ആ ജീവിതത്തിന്റെ വിചിത്രമായ നിബന്ധനകൾ അതിനുശേഷമാണ് സൈക്കിയുടെ മുന്നിലേക്ക് വരുന്നത്. അവളുടെ കൂട്ടുകാരൻ തന്നെയാണ് അതൊക്കെ പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം രാത്രിയിൽ വിളക്കുകൾ എല്ലാം അണഞ്ഞതിന് ശേഷം ഇരുട്ടത്ത് മാത്രമേ സൈക്കിയുടെ അടുത്തെത്തുകയുള്ളൂ. ഒരിക്കലും അയാളുടെ മുഖം കാണാൻ സൈക്കി ശ്രമിക്കാൻ പാടില്ല. ആരായിരുന്നു ആ കൂട്ടുകാരനെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തന്റെ അമ്മയായ ആഫ്രഡൈറ്റിയുടെ കണ്ണു വെട്ടിച്ച് സൈക്കിയെ സ്വന്തമാക്കുന്നതിനായി ഈറോസ് കളിച്ച കളികളായിരുന്നു ഇതെല്ലാം. ആദ്യമൊക്കെ സൈക്കിക്ക് വല്ലാത്ത അമ്പരപ്പായിരുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല ഈ നടക്കുന്നതൊക്കെ എന്താണ്. പക്ഷേ പോകെ പോകെ രാത്രി മാത്രം ഇതെന്ന് ആ കൂട്ടുകാരനെ കാത്തിരിപ്പായി അവൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. എത്ര സുഖകരമായ ജീവിതമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒറ്റപ്പെട്ട് ദിവസങ്ങൾ തള്ളി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ ഇരച്ചെത്തത്തില്ലേ? നാട്ടിൽ അച്ഛനും അമ്മയും തന്നെ പറ്റി ആലോചിക്കുന്നുണ്ടാവുമോ? ചേച്ചിമാര് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കോ? സൈക്കിയുടെ ഉള്ളിലും അങ്ങനെ പലതരം ചിന്തകൾ വന്നു. ഇതെല്ലാം അവൾ രാത്രി തന്റെ കൂട്ടുകാരനോട് പറയുകയും ചെയ്തു. പക്ഷേ അതത്ര നല്ല ചിന്തയല്ലെന്നായിരുന്നു കൂട്ടുകാരന്റെ മറുപടി. ദിവസങ്ങൾ കടന്നു പോകുന്തോറും പകലുള്ള സൈക്കിയുടെ ഒറ്റപ്പെടൽ കൂടി വന്നു. തന്റെ സഹോദരിമാരെയെങ്കിലും വരുത്താൻ അനുവദിക്കണമെന്ന് ഈറോസിനോട് അവൾ ആവശ്യപ്പെട്ടു. ഒടുവിൽ ഈ രഹസ്യങ്ങളൊന്നും സഹോദരിമാരോട് പറയില്ലെന്നുള്ള നിബന്ധനയിൽ അവർ വരാൻ ഈറോസ് സമ്മതിച്ചു. അങ്ങനെ സൈക്കിയുടെ കൊട്ടാരത്തിലേക്ക് സെഫേറസിന്റെ കൈകളിൽ തന്നെ സഹോദരിമാരും എത്തി. അവളുടെ നാശത്തിന്റെ വിത്ത് പാകാനുള്ള വരവായിരുന്നു അതെന്ന് പാവം സൈക്കി അറിഞ്ഞില്ല. ആ കൊട്ടാരവും ആ പ്രകൃതിയും അവിടുത്തെ സുഖസൗകര്യങ്ങളും കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയി ചേച്ചിമാർക്ക്. അവർ സൈക്കിയുടെ ഭർത്താവിനെ പറ്റി അന്വേഷിച്ചു. കച്ചവടത്തിന് പോയിരിക്കുകയാണെന്ന് കള്ളം പറഞ്ഞു സൈക്കി. തിരികെ കൊട്ടാരത്തിൽ എത്തിയപ്പോഴേക്കും അനുജത്തിയുടെ ജീവിതത്തില് അസൂയ മൂത്തിരുന്നു ചേച്ചിമാർക്ക് രണ്ടുപേർക്കും. എങ്ങനെയെങ്കിലും ഈ സൗഭാഗ്യങ്ങളെല്ലാം അനുജത്തിയിൽ നിന്ന് തട്ടിയെടുക്കുക, അത് മാത്രമായി അവരുടെ പിന്നിലുള്ള ഉദ്ദേശം. പക്ഷേ പെട്ടെന്ന് പോയി കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെയിരിക്കെ തന്റെ ഉള്ളിൽ ഒരു കുട്ടി വളരുന്നുണ്ടെന്ന് സൈക്കിക്ക് മനസ്സിലായി. താൻ അമ്മയാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ സന്തോഷം തന്റെ ചേച്ചിമാരെയും അച്ഛനെയും അമ്മയും ഒക്കെ അറിയിക്കണമെന്ന് സൈക്കിക്ക് തോന്നി. പക്ഷേ ഇത്തവണയും കൂട്ടുകാരൻ അത് വിലക്കി. വേണ്ട, അത് പാടില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ സൈക്കി വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അവളുടെ സന്തോഷത്തിന് ഈറോസിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ രണ്ടാമതും ചേച്ചിമാര് അനുജത്തിയെ കാണാനായിട്ടെത്തി. ഇത്തവണ വിചിത്രമായ ചില പദ്ധതികളൊക്കെ ആയിട്ടായിരുന്നു അവരുടെ വരവ്. പല കാര്യങ്ങളും പറഞ്ഞ് അവർ സൈക്കിയെ കയ്യിലെടുത്തു. അവളുടെ ഭർത്താവെന്ന് പറയുന്ന ആൾ ശരിക്കും ഒരു മനുഷ്യനല്ലെന്നും ഏതോ ഭീകരജീവി തന്നെയാണെന്നും അതുകൊണ്ടാണ് മുഖം കാണിക്കാൻ സമ്മതിക്കാത്തതെന്നും അവർ ആണിട്ട് പറഞ്ഞു. പലതവണ അത് പറഞ്ഞപ്പോൾ സൈക്കിയുടെ മനസ്സും ചഞ്ചലമായി. അതുതന്നെ ആയിരിക്കുമോ സത്യമെന്ന് അവളും സംശയിച്ചു. വിദഗ്ധോപദേശം എന്ന നിലയിൽ അവളുടെ ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ചേച്ചിമാര് പോയത്. പാവം സൈക്കി മണ്ടി അതനുസരിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി അവളുടെ കൂട്ടുകാരൻ വന്നപ്പോൾ അദ്ദേഹം നന്നായി ഉറങ്ങിയിട്ടുണ്ടെന്ന് ഏതാണ്ട് ബോധ്യമായപ്പോൾ അവള് അരികത്ത് വെച്ചിരുന്ന ഒരു വിളക്കെടുത്ത് അയാളുടെ മുഖം കാണാൻ ശ്രമിച്ചു. തന്റെ ഭർത്താവ് ഒരു ഭീകരജീവിയല്ലെന്നും അതിസുന്ദരനാണെന്ന് മാത്രമല്ല, ആ ചിറകുകൾ കണ്ടപ്പോൾ അത് ഈറോസ് ആണെന്ന് മനസ്സിലാക്കാൻ സൈക്കിക്ക് ഒട്ടും വിഷമമുണ്ടായില്ല. ഞെട്ടിത്തെറിച്ച അവളുടെ കയ്യിൽ നിന്നും ആ വിളക്കിലെ ഒരു തുള്ളി എണ്ണ ഈറോസിന്റെ മേത്തേക്ക് വീണു. അയാളും ഞെട്ടി എഴുന്നേറ്റു. ഇത്രനാളും താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സൈക്കി മുഖവിലേക്ക് പോലും എടുത്തില്ലല്ലോ എന്നുള്ള സത്യം ഈറോസിനെ സങ്കടപ്പെടുത്തി. ദേഷ്യവും സങ്കടവും എല്ലാം വന്ന അയാൾ അവിടെ നിന്നും പോകുവാൻ ഒരുങ്ങി. തന്നെ ഉപേക്ഷിച്ചു പോകരുത് എന്നുള്ള സൈക്കിയുടെ യാചന പോലും കേൾക്കാതെ ഈറോസ് അവിടെ നിന്നും സ്ഥലം വിട്ടു. അതുവരെ അവൾ അനുഭവിച്ചിരുന്ന ആ സുഖസൗകര്യങ്ങളും അപ്രത്യക്ഷമായി. ഈറോസ് പോയതിനു ശേഷം വളരെ ദാരുണമായിരുന്നു സൈക്കിയുടെ അവസ്ഥ. ഗർഭിണിയായിരുന്നു. താമസിക്കാൻ ഒരു വീടില്ല. അവള് അലഞ്ഞ് ഒരു നദിക്കരയിലെത്തിയപ്പോൾ പാൻ എന്ന് പറയുന്ന ഒരു ദേവൻ അവിടെ ഉണ്ടായിരുന്നു. പാൻ പറഞ്ഞതനുസരിച്ച് ഈറോസിനടുത്തേക്ക് തന്നെ തിരികെ പോകുന്നതാണെന്നും എങ്ങനെയെങ്കിലും അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നും സൈക്കി തീരുമാനിക്കുന്നു. പലയിടങ്ങളിലും കയറി ഇറങ്ങി. ഈറോസിനെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഡിമീറ്ററിന്റെയും ഹിരയുടെയും സഹായത്തിൽ അവൾക്ക് മനസ്സിലായി ആഫ്രഡൈറ്റി ചെന്ന് കണ്ട് ഈറോസിനടുത്തെത്താമെന്ന് അപേക്ഷിക്കാം. ആഫ്രഡൈറ്റിയുടെ അടുത്തേക്കോ? മരുമകളെ കണ്ടാൽ അപ്പൊ കൊല്ലാനിരിക്കുന്ന ആഫ്രഡൈറ്റി. പക്ഷേ സൈക്കി ഒട്ടും ചഞ്ചലയായില്ല. എന്തായാലും ഈറോസിനടുത്ത് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. അങ്ങനെ ആഫ്രഡൈറ്റിയുടെ മുന്നിലെത്തി. ആഫ്രഡൈറ്റി വളരെ അവശയായ സൈക്കിയെ കണ്ട് ലേശമൊക്കെ സഹതപിച്ചെങ്കിലും ആ കടുത്ത ദേഷ്യം അതിനെല്ലാം മായ്ച്ചു കളഞ്ഞു. ഈറോസിനെ കാണുന്നതിനായിട്ട് സൈക്കിക്ക് കഠിനമായ 4 ജോലികൾ നൽകി ആഫ്രഡൈറ്റി. ഈ കഠിന ജോലികൾ എന്ന് പറയുന്നത് ഗ്രീക്ക് കഥയിൽ ഒരു സ്ഥിര സംഭവമാണല്ലേ. തീസിയസിന്, ഹെർക്കുലീസിന് അവർക്കൊക്കെ അവരുടെ ആ കായിക ശക്തി ഉപയോഗിച്ച് തീർക്കാവുന്ന ജോലികളായിരുന്നു. സൈക്കി പാവം ദുർബലയായ ഒരു പെൺകുട്ടി. അവൾ എന്ത് ചെയ്യാനാണ്? വല്ല ഭീകരന്മാരെയൊക്കെ കൊല്ലാൻ പറഞ്ഞാൽ പറ്റുമോ? ഒന്നാമത്തെ ജോലി ഒരു
കുന്നുകൂട്ടിയിട്ട ധാന്യ കൂമ്പാരത്തിൽ നിന്ന് ഓരോ തരം ധാന്യമണികളെയും വേർതിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അസാധ്യമെന്ന് കരുതാവുന്ന ആ ജോലിയിൽ അവളെ സഹായിക്കാനായി ഡിമീറ്റർ പറഞ്ഞുവിട്ട കുറെ ഉറുമ്പുകളെത്തി. ഉറുമ്പുകൾ വളരെ വേഗത്തിൽ ആ ധാന്യമണികളെ എല്ലാം വേർതിരിച്ച് ആദ്യത്തെ ജോലിയിൽ അവളെ സഹായിച്ചു. രണ്ടാമത്തെ ജോലിയോ, ഒരു കൂട്ടം ആട്ടിൻ പറ്റങ്ങളിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള അവരുടെ രോമം കൊണ്ടുവരിക, ഗോൾഡൻ ഫ്ലീസ്. ആ ആട്ടിൻ പറ്റങ്ങള് എന്നാൽ തീരെ പാവങ്ങളൊന്നുമല്ല. നല്ല കൂർത്ത കൊമ്പുകളൊക്കെ ആയിട്ട് ആരടുത്ത് വന്നാലും ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. പാവം ഗർഭിണിയായ സൈക്കി അവിടെ പോയി എന്ത് ചെയ്യാനാണ്? അവിടെയും അവൾക്ക് സഹായം കിട്ടി. ഇത്തവണ പുഴക്കരയിലുള്ള വള്ളിപ്പടർപ്പുകളുടെ രൂപത്തിൽ ഹെര അവളെ സഹായിച്ചു. ഉച്ചതിരിഞ്ഞ് ചെമ്മരിയാടികൾ വിശ്രമിക്കുമ്പോൾ ആ പടർപ്പുകളിലുള്ള അവരുടെ രോമം എടുത്താൽ മതിയാകുമെന്ന് ഹെര അവളെ ഉപദേശിച്ചു. മൂന്നാമത്തെ ജോലി സ്റ്റിക്സ് നദിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സ്റ്റിക്സ് നദി ഓർക്കുന്നുണ്ടോ? ഹെയ്ഡിസിന്റെ അധോലോകത്തിൽ കൂടി ഒഴുകുന്ന നദിയാണ്, വിഷമയമായ നദി. അത് മാത്രമല്ല, അതിനടുത്തുനിന്ന് വെള്ളം എടുക്കാൻ പോയിട്ട് അടുത്ത് ചെല്ലാൻ പോലും പറ്റാറില്ല. ഇത്തവണ സൈക്കിയെ സഹായിക്കാൻ എത്തിയത് സാക്ഷാൽ സ്യൂസ് തന്നെയായിരുന്നു. അതും ആര് പറഞ്ഞിട്ടാണെന്നോ? ഈറോസ് പറഞ്ഞിട്ട്. എങ്ങനെ ഈറോസ് ഇതൊക്കെ അറിഞ്ഞു? ആഫ്രോഡൈറ്റിയുടെ ഒപ്പം അല്ലേ ഈറോസിന്റെ താമസം. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഈറോസ് അറിയുന്നുണ്ടായിരുന്നു. സ്യൂസ് പറഞ്ഞുവിട്ടതിന് പ്രകാരം ഒരു കഴുകൻ വന്ന് സ്റ്റിക്സ് നദിയിൽ നിന്നും വെള്ളമെടുക്കാൻ അവളെ സഹായിച്ചു. അങ്ങനെ മൂന്നാമത്തെ ജോലിയും വലിയ കുഴപ്പമില്ലാതെ പൂർത്തിയാക്കി. നാലാമത്തേതായിരുന്നു ഏറ്റവും കഠിനമായ ജോലി. നേരെ അങ്ങ് അധോലോകത്തേക്ക് ചെല്ലുക, പേഴ്സിഫോണിയുടെ സൗന്ദര്യവർദ്ധക വസ്തു വാങ്ങിച്ചുകൊണ്ട് വരിക. പേഴ്സിഫോണിയുടെ സൗന്ദര്യം തന്നെ കൊണ്ടുവരിക എന്നും ചില വേർഷനിൽ പറയുന്നുണ്ട്. എന്തായാലും സാധാരണ ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ? മരണപ്പെട്ടവർക്ക് മാത്രമേ അധോലോകത്തേക്ക് എത്തപ്പറ്റുള്ളൂ. അതിനൊക്കെ അവിടെ കാവൽക്കാരും ഒക്കെ ഉണ്ട്. അതിനൊക്കെ വകകൾ കണ്ടെത്തിയിട്ട് വേണം അവിടെ പോകാൻ. സൈക്കി ഇതൊന്നും അറിയാണ്ട് ഒരു നദിക്കരയിൽ ചെന്നു. ഒരു വലിയ ടവർ ഉണ്ടായിരുന്നു അവിടെ. ആ ടവർ അവളോട് സംസാരിക്കാൻ തുടങ്ങി, മനുഷ്യന്റെ ഭാഷയിൽ. പക്ഷെ അവൾക്കത് വളരെ പരിചിതമായ ശബ്ദമായിരുന്നു, ഈറോസിന്റെ ശബ്ദം പോലെ. ഹെയ്ഡിസിന്റെ ലോകത്തേക്ക് പോകേണ്ട വഴികളും അതിന് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ വിശദമായി ആ ടവർ പറഞ്ഞു കൊടുത്തു. അതനുസരിച്ചിട്ട് അവൾ യാത്ര തുടങ്ങി. ഹെയ്ഡിസിന്റെ അധോലോകത്തേക്കും തിരിച്ചുമുള്ള തോണി യാത്രയിൽ തോണിക്കാരന് കൊടുക്കാനുള്ള നാണയങ്ങൾ, അതുപോലെ സെർബറസിനെ വശീകരിക്കാൻ വേണ്ടി കൊടുക്കാനുള്ള ഭക്ഷണം, ഇതെല്ലാം ആ ടവർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. പെർസിഫോണിയുടെ അടുത്ത് ചെന്നപ്പോഴോ ഒട്ടും താമസമില്ലാതെ തന്നെ തന്റെ സൗന്ദര്യം ഒരു ചെപ്പിലടച്ച് പെർസിഫോണി സൈക്കിക്ക് കൊടുത്തു. ഈ കഥകളൊക്കെ പെർസിഫോണിയും അറിയുന്നുണ്ടായിരിക്കണം. പറഞ്ഞ ജോലികളെല്ലാം തീർത്തു. പക്ഷേ അവളുടെ ആ സഹജവാസന അപ്പോഴും അവസാനിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈറോസിന്റെ മുഖം നോക്കാൻ തോന്നിയത്? ആ ക്യൂരിയോസിറ്റി തന്നെ ഇപ്പോൾ പെർസിഫോണിയുടെ ആ സൗന്ദര്യം അടച്ചു വെച്ചിരിക്കുന്ന ചെപ്പ് തുറക്കാനും അവളെ പ്രേരിപ്പിച്ചു. തുറക്കരുതെന്ന് കടുത്ത നിർദ്ദേശം ഉണ്ടായിട്ടും സൈക്കി അത് തുറന്നു. അതിനകത്ത് സൗന്ദര്യം ആയിരുന്നില്ല, പകരം എല്ലാവരെയും എന്നേക്കുമായി ഉറക്കാനുള്ള ഒരു മന്ത്രവിധിയായിരുന്നു. തുറന്ന ഉടനെ സൈക്കി ബോധം കെട്ട് വീണുപോയി. പക്ഷേ ഈറോസ് സുഖം പ്രാപിച്ച് ഉടനെ തന്നെ അവിടെ എത്തി. തന്റെ ദൈവിക ശക്തികൾ ഉപയോഗിച്ച് മയക്കത്തിലായിരുന്ന സൈക്കിയെ ഈറോസ് ഉണർത്തിയെടുത്തു. തന്റെ അരികിലെത്താനായി ഇത്രയൊക്കെ യാതന സഹിച്ച കൂട്ടുകാരിയെ ഇനി ഉപേക്ഷിച്ച് കളയാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. ആരൊക്കെ എതിർത്താലും അതിന് സമ്മതിക്കില്ല എന്ന് തന്നെ ഈറോസ് ഉറപ്പിച്ചു. എന്നാൽ തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആഫ്രോഡൈറ്റി ആരെങ്കിലും തടഞ്ഞാലേ നടക്കുള്ളൂ എന്ന് ഈറോസിന് നന്നായിട്ട് അറിയാം. ആഫ്രോഡൈറ്റി തടയാൻ ആരാ ധൈര്യപ്പെടുക? സ്നേഹത്തിന്റെ ദേവതയല്ലേ, ആരെങ്കിലും കൊണ്ട് പ്രേമിപ്പിച്ച് എല്ലാരെയും പണിഷ് ചെയ്യത്തില്ലേ? നേരെ സ്യൂസിന്റെ അടുത്തേക്ക് പോയി ഈറോസ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. കഥ കേട്ട് മനസ്സലിവ് തോന്നിയ സ്യൂസ് പെട്ടെന്ന് തന്നെ ദേവന്മാരുടെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. എല്ലാവരുടെയും അഭിപ്രായം സൈക്കിയോട് യോജിക്കുന്നതായിരുന്നു. ആഫ്രോഡൈറ്റിക്കും പിന്നെ എതിർക്കാൻ വഴിയുണ്ടായില്ല. അങ്ങനെ സൈക്കിയെ ദേവന്മാരുടെ കൂട്ടത്തിലേക്ക് അവർ കൂട്ടി. ദേവന്മാരുടെ വിശുദ്ധമായ പാനീയം, നെക്ടർ, ആംബ്രോസി ഏതൊക്കെയല്ലേ, ഇതൊക്കെ അവൾക്ക് അവർ കൊടുത്തു. അങ്ങനെ ഈറോസും സൈക്കിയും ഒരുമിച്ചു. ശിഷ്ടകാലം അവർ സന്തോഷമായിട്ട് ജീവിച്ചു. ഈറോസിനും സൈക്കിക്കും ഉണ്ടായ മകളാണ് ഹെഡോണി. ഈറോസ്, സൈക്കി, ഹെഡോണി ഈ വാക്കുകളൊക്കെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ സ്നേഹവും കാമനയും സന്തോഷവും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതി ദേവന്മാരോടും ദേവതമാരോടും ഒക്കെ കളിക്കാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാറുള്ളത്. നമ്മൾ മെഡൂസയുടെ കഥ കണ്ടു. മിനോട്ടോർ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷെ എന്തോ സൈക്കി മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെയും ചില കച്ചിത്തിരുമ്പുകൾ, സുവർണരേഖകൾ മിത്തോളജിയിലും വേണം അല്ലേ? നമുക്ക് മനുഷ്യനിൽ ഒരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എല്ലാം അങ്ങ് ദേവന്മാർ വിചാരിക്കുന്ന പോലെ നടന്നാൽ എങ്ങനെയാ അല്ലേ? അപ്പോൾ പുതിയൊരു കഥയുമായി കാണും വരേക്കും ടേക്ക് കെയർ. ഇറ്റ്സ് ബൈ ഫ്രം സാരംഗി സ്പീക്സ്.